കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ സ്വകാര്യ സർവകലാശാലകളുടെ വരവിന് വഴിയൊരുങ്ങുകയാണ്. ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. നമ്മൾ ഇൻസൈറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. സ്വകാര്യ സർവകലാശാലകൾ വരാൻ പോവുകയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും സ്വകാര്യ സർവകലാശാലകൾ വരണം എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതല്പം വൈകിപ്പോയോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു? വൈകിപ്പോയോ എന്നുള്ള ചർച്ച വരുമ്പോൾ ഇത് നേരത്തെ പ്രപ്പോസ് ചെയ്തതാണ്. അത് സത്യമാണ്. 2011-16 കാലത്ത് അധികാരത്തിലിരുന്ന UDF സർക്കാരിൻ്റെ കാലത്ത് ഇത് പ്രപ്പോസ് ചെയ്തിരുന്നു. ഇങ്ങനെ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നത് സംബന്ധിച്ച് അന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ചെയർമാനായിരുന്ന ശ്രീനിവാസൻ സാർ, അദ്ദേഹമാണ് ഇത് സജഷൻ മുന്നോട്ട് വെച്ചത്. അത് പക്ഷേ പല കാരണങ്ങളാൽ നടന്നില്ല എന്ന് പറയുമ്പോൾ അന്ന് വലിയ എതിർപ്പ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിർദ്ദേശത്തെ ശക്തമായി എതിർത്തു. CPM വിദ്യാർത്ഥി സംഘടനയായ SFI രൂക്ഷമായി എതിർക്കുകയും അവർ തെരുവിൽ സമരം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എതിർക്കപ്പെടും. പക്ഷേ ഇപ്പോൾ ഈ എതിർപ്പിൻ്റെ മുഴുവൻ ബിംബമായിട്ട് ഇപ്പോൾ വരുന്നത് ശ്രീനിവാസനെ തെരുവിൽ SFIയുടെ ഒരു ലീഡർ മർദ്ദിക്കുന്ന വിഷ്വലാണ് വരുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ആ സമരത്തിൻ്റെ തുടർച്ചയായി നടന്നതാണ്. ഒരു കാരണവശാലും ഒരു ജനാധിപത്യ സമൂഹത്തിനും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് അക്കാലത്താണെങ്കിലും ഈ കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പക്ഷേ നോക്കുമ്പോൾ ഈ സമരത്തിൻ്റെ മാത്രം ഭാഗമായിട്ടാണോ അത് നടപ്പാകാതെ പോയത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രപ്പോസൽ വരുന്നത് ഈ പ്രപ്പോസലിൻ്റെ ഭാഗമായിട്ട് ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോൺഫറൻസ്, വലിയ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് 2016 2016 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. 2016 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011 അധികാരമേറ്റ സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ മാസങ്ങളാണ്. ഒരു കാരണവശാലും ആ സർക്കാരിന് ഇനിയിപ്പോൾ ആ സർക്കാരിന് ഒരു തുടർച്ച ഉണ്ടായാൽ അടുത്ത സർക്കാരിനെ നടപ്പാക്കാൻ കഴിയുള്ളൂ. ആ സർക്കാരിനെ നടപ്പാക്കാൻ സാധിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ ആ കോൺഫറൻസ് നടക്കുകയും ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാവുകയും ചെയ്താൽ പോലും ആ സർക്കാരിനെ നടപ്പാക്കാൻ കഴിയില്ല. കാരണം ആ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അടുത്ത സർക്കാരിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അത് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു പ്രപ്പോസലായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രപ്പോസലായിരുന്നു എന്ന് ചോദിച്ചാൽ ആ ഘട്ടത്തിൽ അതല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇനി അത് നടപ്പാക്കണം എന്നായിരുന്നുവെങ്കിൽ ഒരു സമരം മുമ്പിലുണ്ടായി, അല്ലെങ്കിൽ ഒരു സമരം ഉണ്ടായി, ആ പ്രപ്പോസൽ വെച്ച ഒരാളെ SFI എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രവർത്തകൻ തല്ലി എന്നുള്ളതുകൊണ്ട് ആ പ്രപ്പോസൽ ഉപേക്ഷിക്കുകയല്ലോ ഒരു സർക്കാർ ചെയ്യുക. ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ടായിരുന്നുവെങ്കിൽ അത് നടപ്പാക്കാനോ ശ്രമിക്കുകയും അത് നടപ്പാക്കുകയാണ് വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഈ പഴയ സംഭവങ്ങൾ വലിയ തോതിൽ ഡിസ്കഷന് വരികയും ശ്രീനിവാസൻ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അതിലേറ്റവും കീ ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഈ പ്രപ്പോസൽ വന്നു, അതായത് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കണം എന്ന പ്രപ്പോസൽ വന്നപ്പോൾ UDFനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വൈകിപ്പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സമരം കൊണ്ട് മാത്രമല്ല സത്യം പറഞ്ഞാൽ ഇത് നടപ്പാകാതെ പോയത്. അന്ന് ഈ പ്രപ്പോസൽ വന്നപ്പോൾ UDFനുള്ളിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഈ പ്രപ്പോസൽ മുമ്പോട്ട് വച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അന്ന് UDFനകത്ത് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നില്ല, തുടക്കത്തിലെങ്കിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടപ്പാകാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്ന് ഭരണത്തിന് നേതൃത്വം നൽകിയ മുന്നണിയിൽ തുടക്കത്തിൽ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കോ ഭരണത്തിന് നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസിനോ സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കിയെടുക്കുകയും തുടക്കത്തിൽ തന്നെ ആ സർക്കാർ അധികാരത്തിൽ വന്നോ 1-2 വർഷങ്ങൾക്കുള്ളിൽ സ്വകാര്യ സർവകലാശാല തുടങ്ങണം എന്നുള്ളൊരു പ്രപ്പോസൽ വയ്ക്കുകയും അത് മുന്നണിയെ കൊണ്ട് അംഗീകരിപ്പിച്ചു വരികയും ചെയ്തു. പിന്നീട് സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമരത്തെ മറികടന്നുകൊണ്ട്, അതായത് ഇത് സംസ്ഥാനത്തിന് വേണ്ടതാണ്, ഞങ്ങൾക്ക്, അതായത് ഭരിക്കുന്ന മുന്നണിക്കും ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കും മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല, ഇത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് അനിവാര്യമായൊരു സംഗതിയാണ് എന്ന ഉറപ്പോടുകൂടിയാണ് ഞങ്ങളിത് നടപ്പാക്കാൻ പോകുന്നതെന്നായിരുന്നെങ്കിൽ അത് നടപ്പാക്കാനുള്ളൊരു പൊളിറ്റിക്കൽ വില്ലാണ് കാണിക്കേണ്ടത്. ആ പൊളിറ്റിക്കൽ വില്ല് കാണിക്കാൻ ആ മുന്നണിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഏതെങ്കിലും ഒരു സമരം കൊണ്ട് ഒരു പദ്ധതി ആകെ, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ആകെ അട്ടിമറിക്കപ്പെട്ടതാണ് 2011-16 കാലത്തുണ്ടായ പ്രപ്പോസലിന് പറ്റിയ പരാജയം എന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. ആ സമരത്തിൻ്റെ ഭാഗമായുണ്ടായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതായത്
അക്രമാസക്തമായൊരു സമരം നടക്കുന്നു. ആ സമരത്തിനിടയിൽ ഒരു വിദ്യാഭ്യാസ രംഗത്ത് മികച്ചു നിൽക്കുന്ന പഴയ ഡിപ്ലോമാറ്റൊക്കെ ആയിട്ടിരുന്ന ഒരു മനുഷ്യനെ, കേരള സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനെ മർദ്ദിക്കുന്നു. ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയയാണ്. അങ്ങനെ ആയിരിക്കെ തന്നെ അതുകൊണ്ട് മാത്രമാണ് നടപ്പാതെ പോയതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതാണ് അക്കാര്യത്തിലുള്ള ഒരു സംഗതി. പക്ഷേ ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് മാറിയിരിക്കാൻ നമുക്ക് പറ്റില്ല, ഇത് ഒഴിവാക്കാനും പറ്റില്ല. കേരളത്തിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന എന്നുവെച്ചാൽ മെച്ചപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സാധ്യമായ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും അത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ കർണാടകയിൽ വന്നു, മധ്യപ്രദേശിൽ വന്നു, മഹാരാഷ്ട്രയിൽ വന്നു, രാജസ്ഥാനിൽ വന്നു, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും അത് വന്നു കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ നിന്ന് കുട്ടികൾ അപ്പുറത്ത് പോയി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കർണാടകത്തിലൊക്കെ സർവകലാശാലകളിൽ അസിംബർ യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്ര മലയാളികൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പല സർവകലാശാല, സ്വകാര്യ സർവകലാശാല എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ മിനിമം ഹോസ്റ്റൽ ഫീസിനത്തിലെങ്കിലും കുറേ ലാഭം ആ കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ സംഗതിയായിട്ട് മാറിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇത് തുടങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസ്കഷൻ വലിയ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അതുകൊണ്ടാണ് ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ മുമ്പ് അനുഭവിച്ച ആ രാഷ്ട്രീയ സാഹചര്യം അല്ല, ഇപ്പോൾ എല്ലാവരും ഒരു അഭിപ്രായ ഐക്യത്തിലാണ് ഉള്ളത്, ഇത് എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നുള്ള രൂപത്തിൽ തന്നെ. പക്ഷേ ഇപ്പോൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത് ആ ഒരു സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഇതിന് പ്രൊപ്പോസൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൊളിറ്റിക്കൽ വിൽനെസ് അതിലില്ല എന്നാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യം ഇവിടെയും നിലനിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ വിദ്യാഭ്യാസത്തെ, സ്വകാര്യ മൂലധനം വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയ പ്രശ്നം കൂടി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നല്ലോ. അതും ഇപ്പോൾ അതും ആ ഒരു പ്രശ്നം കൂടി പരിഹരിച്ചിട്ട് വേണ്ട ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് നമ്മൾ നോക്കുമ്പോഴേ ഈ ഒരു പോളിസി ചേഞ്ച് എന്ന് പറയുന്നത് വളരെ കാലം മുമ്പ് നടപ്പായ കാര്യമാണ്. നമ്മളതിപ്പോൾ സ്വകാര്യ സർവകലാശാലയുടെ കാര്യം വരുമ്പോൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2001-2006 കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന എ കെ ആന്റണി സർക്കാരാണ് സംസ്ഥാനത്ത് സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ തുടങ്ങാൻ തീരുമാനിക്കുന്നത്. സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ. അതിന് തൊട്ട് മുമ്പ് 1996 മുതൽ 2001 വരെ അധികാരത്തിൽ നിന്ന് ഇ കെ നായനാർ സർക്കാരാണ് സ്വാശ്രയ കോളേജുകൾ തുടങ്ങുന്നത്. അതായത് സർക്കാർ മേഖലയിൽ സ്വാശ്രയ കോളേജുകൾ തുടങ്ങുന്നത് 1996 മുതൽ 2001 വരെ അധികാരത്തിലിരുന്ന ഇ കെ നായനാർ സർക്കാരാണ്. സ്വാശ്രയ കോളേജ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ഫീസ് മുഴുവൻ അതിന് വേണ്ടി വരുന്ന, ആ കോഴ്സിന് വേണ്ടി വരുന്ന ഫീസ് മുഴുവൻ സ്വന്തം കയ്യിൽ നിന്ന് കൊടുത്ത് നടക്കുന്ന കോഴ്സുകളാണ് നമ്മൾ സ്വാശ്രയ കോഴ്സുകൾ എന്ന് പറയുന്നത്. അത് 1996-2001 കാലത്ത് സർക്കാർ മേഖലയിൽ സ്വാശ്രയ കോളേജുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ സ്വാശ്രയ കോളേജ് തുടങ്ങുകയാണ് എ കെ ആന്റണി ചെയ്തത്. അന്ന് അതിനെ CPM വലിയ തോതിൽ എതിർത്തിരുന്നു. അതായത് ഈ സ്വകാര്യ മേഖലയിൽ സ്വാശ്രയ കോഴ്സുകൾ തുടങ്ങുന്നത് വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കലാണ് എന്നുള്ള വിമർശനം അന്ന് മുതലേ CPM വലിയ തോതിൽ ഉയർത്തിയിരുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർത്തിയിരുന്നു. ഈ SFI പോലെയുള്ള സംഘടനകൾ അന്നും സമരത്തിലുണ്ട്. പക്ഷേ അന്നത്തെ സർക്കാരിന് ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ടായിരുന്നു ഇത് ചെയ്യും എന്നത്. അതുകൊണ്ട് അവർ സ്വകാര്യ മേഖലയിൽ സ്വാശ്രയ കോളേജുകൾ ആരംഭിച്ചു. ഈ സ്വകാര്യ മേഖലയിൽ സ്വാശ്രയ കോളേജ് ആരംഭിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ പറയണം. ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ പറഞ്ഞ കാര്യമല്ല, അത് നടപ്പായപ്പോൾ ഉണ്ടായത്. ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ എ കെ ആന്റണി പറഞ്ഞത് 2 സ്വാശ്രയ കോളേജ് സമം 1 സർക്കാർ കോളേജ് എന്നുള്ളതായിരുന്നു. അതായത് 2 സ്വാശ്രയ കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 50 സീറ്റ് സ്വകാര്യ സർക്കാർ മെറിറ്റിൽ, സർക്കാർ സീറ്റായിട്ട് കിട്ടും. എൻട്രൻസിൽ മെറിറ്റൊക്കെ കിട്ടി വരുന്ന കുട്ടികൾക്ക് മറ്റ് സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാതെ പഠിക്കാൻ പാകത്തിൽ 50 സീറ്റ് കിട്ടുമെന്നുള്ളതായിരുന്നു അവകാശവാദം. പക്ഷെ അത് നടപ്പായി വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് അങ്ങനൊരു വ്യവസ്ഥ, അങ്ങനൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയില്ല. സ്വാശ്രയ കോളേജുകൾ തുടങ്ങാൻ വന്ന ഏജൻസികളുമായിട്ട് സർക്കാർ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയില്ല. ഇതിനെ ഗവേൺ ചെയ്യുന്നൊരു നിയമവും സർക്കാർ കൊണ്ടുവന്നില്ല. ഇതൊരു ജെൻറ്റിൽമാൻസ് എഗ്രിമെൻറ്റ് എന്നാണ് അന്ന് എ കെ ആന്റണി പറഞ്ഞത്. അതായത് ഇതിന് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആളുകളും സർക്കാരും തമ്മിൽ സംസാരിച്ചു, അവരിത് എഗ്രി ചെയ്തു. ഇതൊരു ജെൻറ്റിൽമാൻസ് എഗ്രിമെൻ്റാണ്, അതുകൊണ്ട് അവരത് ആ വാക്കിൽ ഉറച്ചു നിൽക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് എ കെ ആന്റണി പറഞ്ഞത്. ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോടതിയിൽ പോയി ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശം അനുസരിച്ച് അതിൻ്റെ നടത്തിപ്പ് അവകാശം അവർക്കുണ്ട്. അതിൽ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാനുള്ള ഇത് ഭരണഘടന ദത്തമായൊരു അവകാശമാണ്. അത് അവർ ഉപയോഗിച്ചു.
അതോടുകൂടെ എല്ലാ സ്വാശ്രയ കോളേജുകൾക്കും ആ വ്യവസ്ഥ കൊടുക്കേണ്ടി വന്നു. അവരുടെ സൗകര്യത്തിനും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് പ്രവേശനം നടത്താനും ഫീസ് നിശ്ചയിക്കാനുള്ള അധികാരം കിട്ടി. പിന്നീടുണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ, എത്ര കമ്മീഷൻ, എത്ര നിയമങ്ങൾ, ആ നിയമങ്ങൾ സംബന്ധിച്ചുള്ള കോടതി വ്യവഹാരങ്ങൾ, ആ നിയമങ്ങൾ മുഴുവൻ അസാധുവാക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു എന്താ പറയുക, ഒരു ക്വയാസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അത് കഴിഞ്ഞു. 2006 ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നു. പിണറായിയേക്കാൾ കൂടുതൽ കുറേക്കൂടെ എന്താ പറയുക, പിടിവാശിയോ അല്ലെങ്കിൽ കാർക്കശ്യമോ ഒക്കെ ഉള്ള നേതാവായിട്ടാണല്ലോ VS അച്യുതാനന്ദൻ അറിയപ്പെടുന്നത്. സ്വാശ്രയ ഇതിനെതിരെ വലിയ നിലപാടുകളെടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. 2006 അദ്ദേഹം വന്നതിന് ശേഷം എന്താ സംഭവിച്ചു? ഈ സ്വകാര്യ സ്വാശ്രയ കോഴ്സുകളിലൊക്കെ നിർത്തലാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ നിർത്തലാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു? ഇല്ലല്ലോ. അത് വേണമെങ്കിൽ പറയാം, അത് തുടങ്ങിയ സ്ഥിതിക്ക് ഇത് തുടരാനല്ലേ പറ്റുള്ളൂ, നിർത്താൻ പറ്റില്ലല്ലോ. പക്ഷേ നിലവിൽ തുടങ്ങിയ കോഴ്സുകൾക്ക് ശേഷം ഇത് നിർത്തും എന്ന് പറഞ്ഞില്ലല്ലോ. അത് തുടരാനല്ലേ തീരുമാനിച്ചത്. പുതിയ കോളേജുകളും അനുവദിച്ചു, പുതിയ കോഴ്സുകളും അനുവദിച്ചു. അപ്പോൾ ഇത് ഈ പറയുന്ന സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ നിക്ഷേപത്തോട് നേരത്തെ തന്നെ സന്ധി ചെയ്തതാണ്. ഇടതുപക്ഷവും സന്ധി ചെയ്തതാണ്, CPM-ഉം സന്ധി ചെയ്തതാണ്. ഇനി ഈ സ്വാശ്രയ കോഴ്സുകളുടെ കാര്യം വിടുക നമ്മൾ. അതിനു മുമ്പേ തന്നെ ഇല്ലേ ഇവിടെ സ്വകാര്യ മേഖലയിൽ സ്കൂളുകളുണ്ട്, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ മാനേജ്മെൻറ്റുകൾ അധ്യാപകരെ സ്വന്തം ഇഷ്ടപ്രകാരം നിശ്ചയിക്കുന്ന വ്യവസ്ഥ അവിടെയുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ നിക്ഷേപത്തോട് നേരത്തെ തന്നെ സന്ധി ചെയ്ത് കഴിഞ്ഞാണ്. നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണ്, ഇതാ ഇടതുപക്ഷം ഇതിനോടൊന്നും സന്ധി ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോഴും എന്നൊക്കെയുള്ള നമ്മുടെ സങ്കല്പം മാത്രമാണ്. ആ സങ്കല്പം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോഴും പറയുന്നത്. ഇനി ഈ സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഇതാ ഇടതുപക്ഷം നയം മാറ്റി എന്നാണല്ലോ, അല്ലെങ്കിൽ ഇടതുപക്ഷം പോട്ടെ CPM നയം മാറ്റി എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പരാതിയും പരിദേവനുമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ സത്യം പറഞ്ഞാൽ 2022 എറണാകുളത്ത് വെച്ച് നടന്ന CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ തന്നെ അവതരിപ്പിച്ച നവകേരള നയം അത് CPIM അംഗീകരിച്ചാണ്, സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചാണ്. അതിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ സ്വകാര്യ മൂലധനമുള്ള ഈ നിക്ഷേപങ്ങളൊക്കെ അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മേഖലയിൽ മികവുള്ള സ്ഥാപനങ്ങൾ, ആഗോളതലത്തിൽ മികവുള്ള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ മേഖലയിലാവാം, സഹകരണ മേഖലയിലാവാം, സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയാവാം, പൂർണ്ണമായും സ്വകാര്യ നിക്ഷേപത്തോടുകൂടിയാവാം എന്ന വ്യവസ്ഥയുണ്ട് എന്ന് ആ പാർട്ടി രേഖയിൽ പറയുന്നുണ്ട്, പാർട്ടി അംഗീകരിച്ച രേഖയിൽ പറയുന്നുണ്ട്. അന്ന് അംഗീകരിച്ചതാണിത്, 2022 അംഗീകരിച്ചതാണ്. പിന്നെ ഇത് ഇത്രയും വൈകി എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു എന്താ പറയുക, സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിനുള്ള നിയമം കൊണ്ടുവരുന്നതിന് 2022 CPIM നയപരമായ തീരുമാനമെടുത്തെങ്കിൽ പോലും അത് കുറച്ച് വൈകി നിയമം കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2011, 2016 സർക്കാരിൻ്റെ കാലത്തിലെ പോലെ തന്നെ 2021, 2026 സർക്കാരിൻ്റെ അവസാന വർഷത്തിലാണ് ഈ നിയമം കൊണ്ടുവരുന്നത് എന്നുള്ളൊരു പ്രശ്നം ഇവിടെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ UDF, കോൺഗ്രസോ UDF-ഓ ഇപ്പോൾ അതിനെ എതിർക്കാൻ സാധ്യതയില്ല. നമ്മളീ പറയുന്ന എന്താ പറയുക, CPM-ൻ്റെ നയം മാറി എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ നിയമം അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് വേഗത്തിൽ പ്രാവർത്തികമാകാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ കൂടി ഈ നിയമത്തിൽ വെച്ചിട്ടുണ്ട്. നിലവിലുള്ള സ്വകാര്യ സ്വാശ്രയ കോളേജുകളുടെ സംവിധാനം സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് UGC-യുടെ ചട്ടങ്ങൾക്ക് വിധേയമായിട്ട്, അതായത് ഒരു സർവകലാശാല തുടങ്ങുന്ന എത്ര ഏക്കർ ഭൂമി വേണം, എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെന്നുള്ള UGC മാർഗ്ഗനിർദ്ദേശം ഉണ്ടല്ലോ, അത് പാലിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഈ സ്വകാര്യ സ്വാശ്രയ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യം സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പഴുതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ പെട്ടെന്ന് തുടങ്ങാനുള്ളൊരു പഴുതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ UGC നിർദ്ദേശിക്കുന്ന പോലെ ഒരു 10 ഏക്കർ സ്ഥലം, അല്ലെങ്കിൽ ഈ നിയമം നിർദ്ദേശിക്കുന്ന പോലെ, കരട് നിയമം നിർദ്ദേശിക്കുന്ന പോലെ ഒരു 10 ഏക്കർ സ്ഥലം എടുക്കുക, അവിടെ ഇത്ര ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം വേണം എന്ന കരട് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതെ, 24,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം വേണം എന്ന കരട് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അത്രയും ചതുരശ്ര അടിയുള്ളൊരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ സമയപരിമിതി, അത്രയും സമയം ആവശ്യമില്ലാത്ത വിധത്തിലാണ് ഈ പഴുത അവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പത്തെ സമയമാണെങ്കിൽ പോലും വളരെ വേഗം ഇത് നടപ്പാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വലിയ അപാകം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്.
അതായത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവട്ടെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ പൊതുമേഖലയിലെ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം വലിയ തോതിൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ക്യാമ്പസുകൾ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ള പരാതി വരുന്നു. സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. സ്വാഭാവികമായും രാജ്യത്ത് 400-ലധികം സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പം ഇനി അതിൻ്റെ ബ്രാഞ്ചുകൾ ഇവിടെ അവൈലബിൾ ആകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പുതിയ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ, സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രത്യേകത തന്നെ അവർ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. സ്വാഭാവികമായും നമ്മുടെ പൊതുവിദ്യാഭ്യാസ രീതി കൂടി ഇവരോട് മത്സരിക്കാൻ കിടപിടിക്കുന്ന രീതിയിലേക്ക് വളരേണ്ടി വരില്ലേ? വേണ്ടിവരും. കാരണം വെച്ചാൽ അതിൽ നമ്മളൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഈ ഓട്ടോണമസ് കോളേജുകൾ അനുവദിക്കാൻ തീരുമാനിച്ച സമയത്ത് ഇതേപോലത്തെ എതിർപ്പുണ്ടായിരുന്നു. ഇതേ വിദ്യാർത്ഥി സംഘടന SFI ഒക്കെ അന്ന് വലിയ തോതിൽ എതിർത്തിരുന്നു. ഓട്ടോണമസ് സംവിധാനം കോളേജുകൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ തോതിൽ എതിർത്തിരുന്നു. അന്ന് പക്ഷേ അത് നടപ്പാക്കുകയാണ് ഉണ്ടായത്. ഓട്ടോണമസ് സംവിധാനത്തിലേക്ക് കോളേജുകൾ മാറുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ഓട്ടോണമസ് സിസ്റ്റത്തിലേക്ക് മാറിയ കോളേജുകൾ എന്ന് പറയുന്നത് സ്വകാര്യ എയ്ഡഡ് കോളേജുകളായിരുന്നു. സർക്കാർ എയ്ഡുള്ള സ്വകാര്യ കോളേജുകളായിരുന്നു ഓട്ടോണമസ് സംവിധാനം. കാരണം വെച്ചാൽ അവർക്ക് അതിൻ്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന്, അതുപോലെ കോഴ്സ് ഘടന ഒരുക്കുന്നതിന്, പിന്നെ അതിന് വേണ്ട അധ്യാപകരുടെ എണ്ണം നിശ്ചയിക്കുന്നത്, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഓട്ടോണമസ് ആവാൻ തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തത് സ്വകാര്യ കോളേജുകളോ സ്വകാര്യ എയ്ഡഡ് കോളേജുകളായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് വെച്ചപ്പോൾ എറണാകുളത്തുള്ള തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, അല്ലെങ്കിൽ സേക്രഡ് ഹാർട്ട് കോളേജ് ആദ്യമായിട്ട് ഓട്ടോണമസ് ആയിട്ടുള്ള കോളേജുകളിലൊന്നാണ്. എന്നുവെച്ചാൽ അവർക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓൾറെഡി അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട സമ്പത്തുണ്ട്. നേരത്തെ മുതൽ തന്നെ ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. അതിന് പാകത്തിലുള്ള അക്കാഡമിക് എക്സലൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പമായിരുന്നു. അതേ ആ അവസ്ഥയല്ല ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ വളരെ പ്രശസ്തമായ മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ചുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും സമൂഹത്തിൽ വളരെ താഴെ തട്ടിലുള്ള കുട്ടികളാണ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ്. അവർക്കൊരിക്കലും ആ കോളേജിൻ്റെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൗകര്യം മെച്ചപ്പെടുത്താനായിട്ട് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അവിടെ വരെ അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ PSC വഴി നിയമിക്കുന്ന ട്രാൻസ്ഫറൊക്കെ ബാധകമായിട്ടുള്ള അധ്യാപകരാണ് അവിടെ. ഒരു സ്ഥിരമായിട്ടുള്ള അധ്യാപകർ എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരെ സാധ്യതയുള്ളൂ. പിന്നെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തണമെങ്കിൽ സർക്കാർ ബജറ്റിൽ നിന്ന് പണം കിട്ടണം. ആ പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് കോൺട്രാക്റ്റ് കൊടുത്ത് ടെൻഡർ ചെയ്ത് ആ ടെൻഡർ ഏറ്റെടുത്ത് ആരെങ്കിലും വന്ന് അതിനനുസരിച്ച് ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയാക്കി നിർമ്മാണം നടത്തി. ഇതൊക്കെ വേണം. ഇതൊക്കെ നടന്നതിന് ശേഷം ഒരു സർക്കാർ കോളേജിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകർ വേണമെന്നുണ്ടെങ്കിൽ അതിന് സർക്കാരിലേക്ക് എഴുതി ഈ പറയുന്ന നടപടി ചട്ടങ്ങളൊക്കെ പൂർത്തിയാക്കി മറ്റൊരു അധ്യാപനം കിട്ടും. പുതിയതായിട്ടൊരു ലൈബ്രറി വികസിപ്പിക്കണം എന്ന് വേണമെങ്കിൽ അതിലേക്ക് പുസ്തകം വാങ്ങണമെങ്കിൽ പോലും സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടണം. ഇതാണ് അവസ്ഥ. കൗതുകം എന്ന് പറയട്ടെ, അധികം വൈകാതെ മഹാരാജാസും ഒരു ഓട്ടോണമസ് കോളേജായിട്ട് മാറി. ഇന്നിപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ഓട്ടോണമസ് കോളേജുകളിൽ ഒന്നായിട്ട് മഹാരാജാസ് അവിടെയുണ്ട്. അത് കഴിഞ്ഞ് പല സർക്കാർ കോളേജുകളും ഓട്ടോണമസ് ആയിട്ട് മാറി. അപ്പോൾ എന്ന് വെച്ചാൽ സ്വകാര്യ മേഖലയായിട്ട് മത്സരിക്കാൻ സർക്കാർ സംവിധാനം തയ്യാറാകുകയും, അത് സർക്കാർ സംവിധാനം ആവണമെന്നില്ല, ചിലപ്പോൾ കോളേജുകൾ, അവിടുത്തെ കോളേജാവാം, ആ കോളേജിൽ അധ്യാപകരാവാം, അവരുണ്ടാക്കിയെടുക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് ജീവനക്കാരും ചേർന്ന കൂട്ടായ്മയാവാം. ഇതൊക്കെ ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു സംവിധാനം. ചിലപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ അതിൽ സഹായിക്കുന്നുണ്ടാവും. പക്ഷേ എന്താണെങ്കിലും അതിനോട് മത്സരിക്കാൻ അവർ തയ്യാറായി. സമാനമായിട്ടുള്ളൊരു സാഹചര്യം സർവകലാശാലകളുടെ കാര്യത്തിലും ഉണ്ടാകുകയാണെങ്കിൽ, ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നിലവിലുള്ള സർവകലാശാലകളുടെ അക്കാഡമിക് രീതിയല്ല ഞാൻ പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് രീതി വെച്ചുകൊണ്ട് അത് ഉണ്ടാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പോഴും കൃത്യമായിട്ട് പരീക്ഷ നടത്തുകയും കൃത്യമായിട്ട് റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന സർവകലാശാലകളുടെ എണ്ണം കേരളത്തിൽ വളരെ കുറവാണ്. ആ നിലവാരത്തിലേ ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് രീതി വെച്ചുകൊണ്ട് അത്തരമൊരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. ആ സാധ്യതയെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ, അതായത് സ്വകാര്യ സർവകലാശാലകൾ വേണം എന്ന് തീരുമാനിക്കുന്ന പൊളിറ്റിക്കൽ വില്ലുണ്ടല്ലോ, ആ വിൽ ഈ പറയുന്ന പൊതു സർവകലാശാലകളുടെ അക്കാഡമിക് ബ്രില്യൻസിന് വേണ്ടി, അവരുടെ നിലവാരം ഉയർത്താൻ വേണ്ടി, അതിനും കൂടി വേണ്ടി പൊളിറ്റിക്കൽ വിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. അത് ഉണ്ടാകണം. അവിടെയാണ് പ്രശ്നം. അത് ഉണ്ടാകുമല്ലോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പൊതു ചർച്ചകളിലൊക്കെ വന്ന് ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളെ അനുകൂലിക്കാൻ തീരുമാനിച്ച
ഭരണപക്ഷത്തെ നേതാക്കൾ പറഞ്ഞ് ഞങ്ങളിത് പൊതു സർവകലാശാലകൾ കൂടെ ഉയർത്തിക്കൊണ്ടുവരും എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയടിക്ക് വിഴുങ്ങണ്ട, അത് അവർ കാണിച്ചു തരട്ടെ എന്ന് നമ്മൾ കാത്തിരിക്കണം. അതുപോലെ തന്നെ ഈ ബില്ല് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേറെ കുറേ സംസ്ഥാനങ്ങളിൽ നിലവിൽ സ്വകാര്യ സർവകലാശാലകളുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ അവിടേക്കുള്ള ചില യൂണിവേഴ്സിറ്റികൾ വലിയ ബ്രില്യൻസ് കാഴ്ചവെക്കുന്നു, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്കാദമിക് അന്തരീക്ഷം കാഴ്ചവെക്കുന്നു, അവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളൊക്കെ നല്ല നിലവാരത്തിൽ പുറത്തിറങ്ങുന്നു, നല്ല റിസർച്ച് അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ളൊരു ചരിത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഴുതുകളൊക്കെ ഉപയോഗപ്പെടുത്തി പണത്തിൻ്റെ മികവിൽ മാത്രം ചില കോർപ്പറേറ്റ് ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. അവിടെ പഠിക്കുന്നവർ തങ്ങളുടെ ഒരു ഭാവിയെ തന്നെ അവതാളത്തിലാക്കുന്ന ആ ഒരു രൂപവും രണ്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു നിയന്ത്രിക്കാനുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനെ നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയായിരിക്കും? നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിയമം എന്ന് പറയുന്നത് പൊതുവായി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. നമുക്ക് കുറേ മാനദണ്ഡങ്ങൾ വയ്ക്കാം. നിങ്ങളിപ്പോൾ ട്രഷറിയിലേക്ക് 25 കോടി രൂപ മുൻകൂറായി അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന 25 ഏക്കർ ഭൂമി വേണം, ഇത്ര അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, നിങ്ങൾ ഇത്ര ഫാക്കൽറ്റിയെ നിയമിക്കണം, ഇന്ന കോഴ്സുകൾ നിങ്ങൾ അവിടെ നടത്തണം എന്നൊക്കെ വേണമെങ്കിൽ വ്യവസ്ഥ വയ്ക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടേക്ക് ഒരു മികവ് കൊണ്ടുവരണമെങ്കിൽ ഇത് നടത്തുന്ന ആളുകൾ തന്നെ തീരുമാനിക്കണം. അവിടെയാണ് ഈ പ്രശ്നം. ഇപ്പോൾ കേരളത്തിന് പുറത്ത് നടക്കുന്ന പല പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച ഇതേ വിഷയത്തിൽ നമ്മളോട് സംസാരിച്ച CV രാജഗോപാൽ, അദ്ദേഹം അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിൻ്റെ അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. അതേ ബ്രില്യൻസ് അല്ല മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും ഉള്ളത്, അല്ലെങ്കിൽ അതേ അന്തരീക്ഷമല്ല, അതേ അക്കാഡമിക് രീതികളല്ല മറ്റ് പല യൂണിവേഴ്സിറ്റികളിലുള്ളത്. ചിലതൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി കുറച്ച് ഭൂമിയുണ്ട്, ആ ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റികൾ കുറവല്ല. അപ്പോൾ ഈ നിയമം അനുസരിച്ച് അപേക്ഷിക്കുന്ന എല്ലാവർക്കും അനുമതി കൊടുക്കുക എന്നുള്ളതല്ല, അപേക്ഷ പരിശോധിച്ച് ഇവർ യോഗ്യരാണോ, ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന കേരളം ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറെടുത്ത് വന്നിട്ടുള്ളവരാണോ, അതോ വെറുതെ കച്ചവടം മാത്രം ഉദ്ദേശിച്ചു വന്ന്, ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വലിയ പ്രയാസമൊന്നുമില്ല. അത് ഈ അനുവാദം നൽകാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിക്ക് മനസ്സിലാക്കുക എന്നുള്ളത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ ആ കമ്മിറ്റി അവരുടെ ബുദ്ധിയും അവരുടെ യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രപ്പോസൽ കേരളത്തിൻ്റെ അക്കാഡമിക് അന്തരീക്ഷത്തിന് മികവുണ്ടാക്കാൻ ഉപയുക്തമാണോ അല്ലയോ എന്ന് പരിശോധിച്ച് അനുമതി കൊടുക്കുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. അതിൽ വലിയ എന്താ പറയുക, അത്ഭുതങ്ങളുടെ ഒന്നും കാര്യമില്ല, വലിയ ബ്രില്യൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കറിയാം ഏതാണ് കച്ചവടത്തിന് വരുന്നത്, ഏതാണ് കച്ചവടത്തിനൊപ്പം. ഇത് കച്ചവടമില്ലാതെ നടക്കില്ല. കാരണം വെച്ചാൽ അവർ പ്രൈവറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, അവർക്കിത് വയബിളായിട്ട് മുമ്പോട്ട്, ഇതൊരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് വയബിളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതിലൊരു തർക്കവും വേണ്ട. അതിന് പാകത്തിനേ സ്ഥാപനങ്ങൾ വരുള്ളൂ. പക്ഷേ അങ്ങനെ നടക്കുമ്പോൾ പോലും ഇത് കുറെ കൂടെ അക്കാദമിക് മികവോടുകൂടെ പ്രവർത്തിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമില്ലയോ, ഇതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് മറുപടി കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പൂർണ്ണമായും കച്ചവടത്തിന് വരുന്നത് ആരാണ് എന്ന് കണ്ടെത്തുക ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. അത് മനസ്സിലാക്കി അനുമതി കൊടുക്കാൻ സർക്കാർ നിയോഗിക്കുന്ന ഈ സമിതി ഉണ്ടല്ലോ, അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുതൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഉണ്ടാകും, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുണ്ടാവും. ആ കമ്മിറ്റി തീരുമാനിച്ചാൽ മതി. അത് കൃത്യമായിട്ട് ഫങ്ഷനിലാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത് കൃത്യമായിട്ട് ഫങ്ഷനിലല്ല എങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അപകടം സംഭവിക്കും. ഏത് കച്ചവടക്കാരനും വരാം, അവർക്ക് ഏതെങ്കിലും ഒരു സ്വാശ്രയ കോളേജിൻ്റെ ഇപ്പം നിലനിൽക്കുന്ന ഭൂമിയും സൗകര്യങ്ങളും പര്യാപ്തമാണെങ്കിൽ അത് വാങ്ങിയെടുത്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു സർവകലാശാല നടത്താം, അവർക്ക് വേണമെങ്കിൽ കച്ചവടം നടത്താം, അത്രയേ ഉള്ളൂ. റൈറ്റ്. അങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നന്നായി ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ തന്നെ വലിയൊരു മുന്നേറ്റമായി ഈ ഒരു നടപടി, ഈ ഒരു നിയമം ഒക്കെ വരും. കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരട്ടെ, വന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ പുഷ്ടിപ്പെടുത്തട്ടെ, ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ശോഭനമായ ഒരു ഭാവി ഉറപ്പുവരുത്താൻ
ഈ നടപടി കൊണ്ട് സാധ്യമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.